இந்த செஷனுக்கு உங்களை அன்போடு வரவேற்கின்றேன். இன்னைக்கு நாம இந்த செஷனில் சோலார் மாடியூல்ஸோட மவுண்டிங் ஸ்ட்ரக்சரோட இன்ஸ்பெக்ஷன் அப்புறம் டிஃபெக்டான ஃபிக்ஸ்சர்ஸை எப்படி ரீப்ளேஸ் பண்ணணுன்ற விஷயத்தை தான் பார்க்க போகிறோம். இந்த செஷனோட முடிவில் நாம் என்ன பார்க்க போகிறோம் அப்படின்னா, உங்களால் எக்ஸிஸ்டிங் சோலார் ஃபோட்டோ வோல்டாயிக் பிளான்ட்டோட மவுண்டிங்கில் என்னென்ன ஃபெயில்யூர் பாசிபிலிட்டிஸ் இருக்குன்ற எவிடன்ஸை செலக்ட் பண்ண முடியும். அது இங்கே பார்க்கலாம். மாட்யூலோட மவுண்டிங் ஸ்ட்ரக்சரில் இருக்கிற டிஃபெக்டிவ் ஃபிக்ஸ்சர்ஸை முதல்ல ப்ரிப்பேர் பண்ணுங்க. ആവശ്യമുള്ള ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സോളാർ ഫോട്ടോവോൾട്ടിക് പ്ലാന്റ് സന്ദർശിക്കുക. സോളാർ അറേ ലോഗ് ഷീറ്റ്, സോളാർ ഫോട്ടോവോൾട്ടിക് പ്ലാന്റിലുള്ള സോളാർ ഫോട്ടോവോൾട്ടിക് അറേയുടെ ലേഔട്ട്, അതിനുശേഷം ഡീറ്റെയിൽസ് ഓഫ് ഫിക്സ്ചേഴ്സ് ഓർ എംഎംസ് ഇൻസ്റ്റാൾഡ് ഇൻക്ലൂഡിംഗ് ഡയമെൻഷൻസ് ആൻഡ് മെറ്റീരിയൽ, മെത്തേഡ് ഓഫ് ഇൻസ്റ്റാളേഷൻ ഗൈഡ്ലൈൻസ്, സ്പെയർ പാർട്സ്, PPE kit, material handling equipment, multimeter, thermal camera, cartridge fuses, spare, DE, double-ended spanner, set 6 mm to 15 mm, crimping tool, 3 mm to 16 mm, measuring tape, spare wires and cables. നിലവിൽ പ്രവർത്തിക്കുന്ന സോളാർ ഫോട്ടോവോൾട്ടിക് പ്ലാന്റിന്റെ മൗണ്ടിൽ എന്തൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടാവാമെന്ന പോസിബിലിറ്റീസ് ആൻഡ് എവിഡൻസ് കളക്ട് ചെയ്യണം. PM ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഫെയിലിയേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആൻഡ് അതിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്താ കണ്ടതെന്നാൽ വൈബ്രേഷൻ ആൻഡ് നോയ്സ്, ഷോക്ക്, ഡസ്റ്റ്, ഡാമേജ് ഓഫ് കവർ, സ്റ്റെയിൻസ് ആൻഡ് സ്മഡ്ജസ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, കൊറോഷൻ. കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിംഗ് ഉണ്ടാവണം. ക്ലീനിങ് ആൻഡ് ഇൻസ്പെക്ഷൻസ് ചെയ്യുന്നത് കൊണ്ട് ഫെയിലിയർ ആവാനുള്ള പ്രോബ്ലംസ് നമുക്ക് മുൻകൂട്ടി തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഫെയിലിയർ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മളത് ശ്രദ്ധിക്കാതെ വിട്ടാൽ അത് പെർമനന്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും. അതുകൊണ്ട് ഫെയിലിയർ ആവാനുള്ള ചാൻസസ് പെർഫെക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. പിന്നെ ബ്രേക്ക് ഡൗൺ അവോയ്ഡ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ പ്രിവെന്റീവ് മെഷേഴ്സും എടുത്തിരിക്കണം. സോളാർ ഫോട്ടോവോൾട്ടിക് സിസ്റ്റത്തിന്റെ PMലുള്ള മെയിൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാൽ മൗണ്ടിംഗ് സ്ട്രക്ചർ ഇന്റഗ്രിറ്റി, module cleaning, hot spots detection, junction box servicing, inverter servicing, cabling connections, balance of plant, earthing protection, vegetation control. മൊഡ്യൂൾ മൗണ്ടിംഗ് സ്ട്രക്ചറിലുള്ള ഡിഫക്റ്റീവ് ഫിക്സ്ചേഴ്സ് റിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. MMS എന്ന് വെച്ചാൽ മൊഡ്യൂൾ മൗണ്ടിംഗ് സ്ട്രക്ചർ എന്നർത്ഥം. മോഡ്യൂളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കിയാൽ അത് ഉറപ്പായിട്ടും വേറൊരു സ്ട്രക്ചറിൻ്റെ മേലെ വെക്കുന്നത് പോലെയാണ് ഉണ്ടാവുക. ഇത് കാരണം മൊഡ്യൂൾസ് എല്ലാം ഇൻസ്റ്റാളേഷൻ്റെ സർഫേസിൽ നന്നായിട്ട് ഫേം ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രോങ് ആയിട്ടുള്ള കാറ്റിനോട് പിടിച്ചു നിൽക്കും. ഒന്നുകൂടി പറഞ്ഞാൽ ഇൻസ്റ്റാളേഷന്റെ ഓവറോൾ എഫിഷ്യൻസി ആൻഡ് ജനറേഷണൽ ക്യാപ്പബിലിറ്റീസിൽ അധികമായി എടുത്തു വരാൻ സിസ്റ്റംസിലുള്ള മൊഡ്യൂൾസിൽ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇൻസ്റ്റാളേഷനിൽ ഏത് ഏരിയയിലാണ് വെച്ചിട്ടുള്ളത് എന്നതനുസരിച്ചാണ് മൊഡ്യൂൾസിനെ ശരിയായിട്ട് നോക്കി ടിൽറ്റ് ചെയ്യുക. ഫ്ലാറ്റ് കോൺക്രീറ്റ് റൂഫ്. ഫ്ലാറ്റ് ആയിട്ടുള്ള കോൺക്രീറ്റ് റൂഫിൽ MMS വളരെ പ്രധാനമാണ്. കാരണം MMS ആണ് മൊഡ്യൂൾസിനെ ഇൻസ്റ്റാളേഷന് ശേഷവും ഒരു പർട്ടിക്കുലർ ആംഗിളിലേക്ക് ടിൽറ്റ് ചെയ്ത് വയ്ക്കുവാൻ വേണ്ടി ഇതാണ് അലോ ചെയ്യുക. ഇത് ഉപയോഗപ്രദമായ ഒരു കാര്യം തന്നെയാണ്. ബാറ്ററി ടെർമിനൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീനിങ് ചെയ്യുന്നത് നോക്കാം. ബാറ്ററി ഫെയിൽ ആകുന്ന അപ്പം തന്നെ റീപ്ലേസ് ചെയ്യേണ്ടത് പ്രധാനമാണ്. ഒരുപാട് പേർ ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം പ്രിഫർ ചെയ്യാറുണ്ട്. കാരണം കോമ്പോണൻസിന്റെ ഫെയിലിയേഴ്സ് റാൻഡം ആയിട്ടുണ്ടാവും, പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റുകയില്ല. ചില സമയങ്ങളിൽ ഫോൾട്ട് ആവാനുള്ള സാധ്യതയും ഈ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ആക്ഷനിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഒരു കറക്റ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്യുവാൻ ഫാൾട്ട് ആയതിനു ശേഷമാണ് അത് ഡിറ്റക്ട് ചെയ്തിട്ട് ലൊക്കേറ്റും ചെയ്തതിനു ശേഷമാണ് അത് റിപ്പയർ ചെയ്യേണ്ടത്. ഈ ഏരിയയിൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി ഈ ഓവറോൾ സിസ്റ്റത്തെയും പറ്റിയുള്ള നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം. അതായത് സർക്യൂട്ട് ഓപ്പറേഷൻ ആൻഡ് ഫാൾട്ട് ലൊക്കേഷൻ മെത്തേഡ്സിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മോഡ്യൂൾ മൗണ്ടിംഗ് സ്ട്രക്ചറിലുള്ള ഡെഫക്റ്റീവ് ഫിക്സ്ചേഴ്സിനെ റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ലൂസ് കണക്ഷൻസ് ടൈറ്റ് ചെയ്യണം. ഡാമേജ് ആയിട്ടുള്ള മൊഡ്യൂൾസ് റീപ്ലേസ് ചെയ്യണം. ബ്ലൗൺ ഫ്യൂസസ് റീപ്ലേസ് ചെയ്യണം. ബ്ലൗൺ ഫ്യൂസസ് റിപ്പയർ ചെയ്യണം. ഇൻവെർട്ടർ ഫോൾട്ട്സ് റെക്ടിഫൈ ചെയ്യണം. ഇൻട്രൂഡേഴ്സ് കാരണം ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും റിപ്പയർ ചെയ്യണം. ബ്ലോൺ കണക്ടേഴ്സും റീപ്ലേസ് ചെയ്യണം. സ്കാഡ ഫോൾട്ട്സ് റെക്ടിഫൈ ചെയ്യണം. മൗണ്ടിംഗ് സ്ട്രക്ചേഴ്സിന്റെ ഫാൾട്ട്സും റെക്ടിഫൈ ചെയ്യണം. മെയിൻ്റെനൻസിന്റെ ലോഗ് ഷീറ്റ് നിങ്ങൾ കാണുക. ரீகேப். இந்த செஷனில் உங்களால்
ஆல்ரெடி இருக்கிற சோலார் ஃபோட்டோ வோல்டாயிக் பிளான்ட்டோட மவுண்டிங்கில் என்னென்ன ஃபெயில்யூர் பாசிபிலிட்டிஸ் இருக்கும் அப்படின்ற எவிடன்ஸை கலெக்ட் பண்ணி தெரிஞ்சுக்கிட்டு இருப்பீங்க. டிஃபெக்டிவ் ஃபிக்ஸ்சர் ஸ்ட்ரக்சர்ஸை எப்படி ரிப்பேர் பண்ணலான்னு இந்த மாடியூல் மவுண்டிங்கில் நீங்கள் தெளிவாக பார்த்துருப்பீங்க. உங்கள் எல்லாருக்கும் இந்த கான்செப்ட் புரிஞ்சிருக்கும்னு நம்புகிறேன். அடுத்த ஒரு செஷனில் புது கான்செப்டோட உங்களை மீண்டும் சந்திக்கிறேன். நன்றி.